വിട്ടം പഞ്ചായത്തിലെ തീരദേശ പ്രദേശങ്ങളായ പറവണ്ണ ആലിൻചുവട്, പുത്തങ്ങാടി കടലോര പ്രദേശം, പടിയം, ആശാൻപടി, മുറിവഴിക്കൽ എന്നിവിടങ്ങളിലെ 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. നിരവധി കുടുംബങ്ങളാണ് ബന്ധുവീടുകളിലേക്ക് മാറിയത്. പറവണ്ണ GMP സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കിയതായി വെട്ടം വില്ലേജ് ഓഫീസർ പറഞ്ഞു. പറവണ്ണ UP സ്കൂളിൽ പ്രവർത്തിക്കുന്ന സുനാമി പുനരധിവാസ കേന്ദ്രത്തിലാണ് വെട്ടം വില്ലേജിലെ പുനരധിവാസ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ ഒരു ക്യാമ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നുള്ളത്. 16 കുടുംബങ്ങളിലെ 40 പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്. തിരൂർ പൊന്നാനി പുഴ കര കവിഞ്ഞതോടെ നിരവധി കുടുംബങ്ങൾ അഭയകേന്ദ്രത്തിലേക്ക് എത്തുമെന്നാണ് സൂചന. ഇപ്പം നിലവിലുള്ളത് 1-ാം വാർഡിൽ നിന്നുള്ളവരും 14-ാം വാർഡിൽ നിന്നുള്ളവരും മറ്റ് വെട്ടം തീർപ്പ് ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് തിരൂർ പൊന്നാനി പുഴ കരകവിഞ്ഞൊഴുകുന്നതുകൊണ്ട് നമ്മളുടെ ഈ വില്ലേജിൽ ഒട്ടനവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള തുരുത്തിപ്പറമ്പ് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ രാത്രിയിൽ വൈകുന്നേരത്തോടു കൂടി കുറച്ചധികം ആൾക്കാർ കൂടി കുറച്ചധികം കുടുംബങ്ങൾ കൂടി ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട്. ക്യാമ്പ് പൂർണ്ണ സജ്ജമാണ്. എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാനും സജ്ജമാണ്.